പഴയ ഓർമ്മകൾ അതൊരു രാഷ്ട്രീയ ആയുധമായാലോ? അങ്ങനെയൊരു വിചിത്രമായ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയൊന്നുമല്ല, ഒരു ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ തീർത്തും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. ഒരൊറ്റ മാസിക, അതുമാത്രം മതിയായിരുന്നു രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ തുടങ്ങാൻ. അപ്പോ എങ്ങനെയാണ് ഒരു സാധാരണ ചായക്കട ഈ രാഷ്ട്രീയ കോലാഹലങ്ങളുടെ കേന്ദ്രബിന്ദുവായതെന്ന് നോക്കാം. ആദ്യത്തെ വെടി പൊട്ടിച്ചത് വിപ്ലവകുമാരാണ്. പാവം കബീഷ് എന്ന കുരങ്ങിനെ ഒരു ബൂർഷ്വാ അധിനിവേശത്തിന്റെ പ്രതീകമാക്കി. ഇവിടെയാണ് ശരിക്കൊരു രസം. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പിന്നെ കാട്ടുതീ പോലെ പടരുകയായിരുന്നു. പ്രതിപക്ഷം ഒട്ടും വിട്ടുകൊടുത്തില്ല. ലുട്ടാപ്പിയുടെ കുന്തം അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വരെ പറഞ്ഞു. പിന്നെ മീഡിയയും ഏറ്റെടുത്തു. മലർവാടി വായിക്കുന്ന കുട്ടികൾക്ക് പ്രമേഹം വരുത്താനുള്ള അജണ്ട. എന്തൊരവസ്ഥയാണല്ലേ! കാര്യങ്ങൾ അതുകൊണ്ട് നിന്നില്ല. ആരാമ മാസിക മുതൽ മനഃശാസ്ത്രം വരെ എല്ലാത്തിനും ഓരോ രാഷ്ട്രീയാർത്ഥം കണ്ടെത്തി. പക്ഷേ ഈ ബഹളത്തിനിടയ്ക്ക് എല്ലാവരും ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. പണ്ടത്തെ ആ നല്ല കാലം. പണ്ട് കഥകൾ പറഞ്ഞ് നമ്മളെ ഒന്നിപ്പിച്ച ഈ മാസികകൾ ഇന്ന് നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള കാരണമായി മാറി. അപ്പോൾ ഇത്രയും അപകടങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് എന്തായിരുന്നു പരിഹാരം? കേട്ടാൽ നമ്മൾ ഞെട്ടും. സ്വാഭാവികമായും ഒരു റിപ്പോർട്ടർ ചോദിച്ചു, അപ്പോ ഇതൊക്കെ നിരോധിക്കണോ സഖാവേ എന്ന്. നിരോധനമൊന്നുമല്ല, പകരം എല്ലാത്തിനും കളർ കോഡ്. ചുവപ്പ് ഞങ്ങൾക്ക്, പച്ച അവർക്ക്, ഓർമ്മകൾക്ക് പോലും രാഷ്ട്രീയം. അതിനിടയ്ക്കാണ് ചായക്കടക്കാരന്റെ ഒരു ഒന്നൊന്നര ഡയലോഗ്: മനുഷ്യരായി വളർത്തിയ പുസ്തകങ്ങളെ വെറുതെ വിടാൻ. അങ്ങനെ ഈ കഥ അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസത്തിലേക്കെത്തുകയാണ്. അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്നോ? ഈ ഗൂഢാലോചന കണ്ടെത്തിയ നേതാക്കൾക്ക് പത്മശ്രീക്ക് ശുപാർശ. ചർച്ച കഴിഞ്ഞു. നേതാക്കൾ അടുത്ത വിഷയത്തിലേക്ക് പോയി. ആ ബഹളമൊക്കെ മാഞ്ഞുപോയി. പക്ഷേ എന്തോ ഒന്ന് നഷ്ടമായി. അപ്പൊ നമ്മൾ ഒന്ന് ഓർക്കണം, നമ്മുടെ ഓർമ്മകളെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ശരിക്കും എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്?